സൂറത്തു സുമർ 6-ാമത്തെ ആയത്തിലാണ് ഈ പ്രസ്താവന. യഖ്ലുഖുക്കും, മനുഷ്യന്മാരെ, നിങ്ങളോടാണ് സംസാരിക്കുന്നത്, മത്സ്യങ്ങളോടല്ല. അത് വേറെ പറയാം. മനുഷ്യന്മാരെ, നിങ്ങളുടെ ക്രിയേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ വർത്തമാനം എന്താണ്? മനുഷ്യ മെമ്പർമാർ അവർ സൃഷ്ടിക്കപ്പെടുന്നു. എവിടെയാണ് അവരുടെ ക്രിയേഷൻ, അവരുടെ നിർമ്മാണം? അവരെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ഫാക്ടറിയിലാണ്? ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ, ബത്തുനുകളിൽ. അതാണ് ഫാക്ടറി. എന്നാൽ ആ ഫാക്ടറിയിൽ വെളിച്ചമുണ്ടോ? ആ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ലൈറ്റുണ്ടോ? ഇല്ല, ഇരുട്ടാണ്. ഏതു തരം ഇരുട്ടാണ്? ഒരു മങ്ങിയ വെളിച്ചമെങ്കിലും കിട്ടുമോ? ഒരു ഫാക്ടറി പ്രവർത്തിപ്പിക്കണ്ടേ? ഫാക്ടറിയിൽ ഉൽപാദന പ്രക്രിയ എന്നുള്ളത് നടക്കണമെങ്കിൽ അവിടെ വെളിച്ചമില്ലാത്ത എന്ത് ഫാക്ടറി? എന്നാൽ ഇല്ല, തീരെ വെളിച്ചമില്ലാതെയാണ് ആ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഫീ ളുലുമാത്തിൻ സലാസി, നിങ്ങളുടെ ഉൽപാദനം, നിങ്ങളാവുന്ന മനുഷ്യക്കുഞ്ഞുങ്ങൾ, നിങ്ങൾ മനുഷ്യക്കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും ആ ഫാക്ടറിയിൽ ഉൽപാദനം നടന്നത് 3 വിധത്തിലുള്ള അന്ധകാരത്തിൻ്റെ അകത്ത് കിടന്നുകൊണ്ടാണ്. തീരെ വെളിച്ചമില്ലാത്തൊരു ഫാക്ടറിയിൽ അങ്ങ് പ്രവർത്തനം നടക്കുന്നു. ആര് പറയുകയാണ്? ഈ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്നിടത്തെ ആ വ്യക്തിത്വം പറയുകയാണ്. അതും ഒന്നല്ല, ഫാക്ടറിക്കകത്ത് ഇരുട്ട് അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇങ്ങനെ 3 ളുൽമത്തുകളിൻ്റെ അകത്തായും കൊണ്ടാണ് ആ ഉൽപാദന പ്രക്രിയ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫാക്ടറി പ്രവർത്തനത്തിൻ്റെ സ്വഭാവം എന്താണ്? ഫാക്ടറിയിലെ ആ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം ഖൽഖം മിൻ ബഅദി ഖൽഖ്, ഒന്നിന് പിറകെ ഒന്ന് എന്ന നിലക്ക് ധാരാളം ഘട്ടമായുള്ള അഥവാ തതവ്വുറാത്ത്, പുരോഗതികൾ, അപ്പ് എന്ന രൂപത്തിലുള്ള വികസനങ്ങളാണ്. ഇവിടെ 2 കാര്യമാണ് ഒരു കൗതുക വാർത്തയായിട്ട് നാം കാണുന്നത്. എന്തൊക്കെയാണ് ആ കൗതുക വാർത്ത? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ഖൽഖം മിൻ ബഅദി ഖൽഖ്, ഒന്നിന് ശേഷം രണ്ടാമത്തേത്, അതിൻ്റെ ശേഷം മൂന്നാമത്തേത്, അതിൻ്റെ ശേഷം ഈ ബഅദ് ഖബല് എന്ന് പറയുന്ന ഈ ഡെവലപ്മെൻറ്റ്, അതാണ് ഒരു കൗതുക വാർത്ത. രണ്ടാമത്തേത് 3 തരം ഇരുട്ടുകളുണ്ട് എന്നതും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മിയി എന്ന് വെച്ചാൽ അക്കാഡമിക് വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ലാത്ത ഒരാൾ, ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഒരാൾ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നതിനെ ഇത്തരത്തിൽ അറുത്ത് മുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെ? അങ്ങേർക്ക് സ്വല്പം സ്കിസോഫ്രേനിയയുടെ അസുഖം കാണും, അതുകൊണ്ടങ്ങോട്ട് പറഞ്ഞതായി പോവും. അല്ലെങ്കിൽ ഇതൊക്കെ പറയേണ്ടത് ആരാണ്? ഗൈനക്കോളജിസ്റ്റ് അല്ലേ? ഒരു ഉമ്മി ഇതൊക്കെ പറയാൻ പറ്റുമോ?
എന്നും ചിന്തിച്ചുകൊണ്ട് പരിശോധനയ്ക്കിറങ്ങിയാൽ നാം എവിടെയാ ചെന്നെത്തുക? ആ പറഞ്ഞിരുന്നത് വസ്തുതാപരമായിരുന്നു. ഈ ഹൽക്കം മിൻ ബഅദി ഹൽക്കിൻ എന്ന് പറഞ്ഞ ബഅദ് ഖബല്, അതായത് ഒരു ഘട്ടം, അത് കഴിഞ്ഞിട്ട് മറ്റേ ഘട്ടം, അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഘട്ടം എന്നിങ്ങനെ അനേകമായ നിർമ്മാണങ്ങൾ, ഘട്ടം ഘട്ടമായിട്ടുള്ള നിർമ്മാണങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പ്രമേയം, അത് പരിശോധിക്കാൻ നാം പോകുന്ന അവസരത്തിൽ ചുരുങ്ങിയത് ഒരു 25-ലേറെ മിമ്പഴുത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരാ അത് പറയേണ്ടത്? ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റുകളാണ് പറയേണ്ടത്. അവർ പറയുന്ന ആ ഹൽക്കും മിമ്പഴുത് ഹൽക്ക് ഒന്ന് നോക്കുക. ഒന്നാമത്തേത്, ഗർഭപാത്രത്തിലേക്ക് പുംബീജവും അണ്ഡവും കൂടി വന്നു ചേരുന്ന ഘട്ടം. ആ വന്നു ചേരുന്ന ഘട്ടത്തിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിക്താണ്ഡം എന്ന് വിളിക്കാം, നുത്ഫത്ത്. അത് കഴിഞ്ഞാൽ പിന്നീട് ആ ഹൽക്കിൻ്റെ ശേഷമുള്ള അടുത്ത ഹൽക്കിൻ്റെ പേര് അലഖത്ത്. അതിൻ്റെ ശേഷമുള്ള ഹൽക്കിൻ്റെ പേര് മുൽഗത്ത്. മുൽഗത്ത് എന്ന് പറയുന്ന ഹൽക്ക് കഴിഞ്ഞാൽ പിന്നെയോ ഇളാം, അസ്ഥികൾ. അതിനൊപ്പവും അതിൻ്റെ ശേഷവുമായിട്ട് ലഹ്മ് അടുത്തത്. ഇതെല്ലാം ഹൽക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊതിയത്തക്ക വിധത്തിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഷാറ്, മുടി. ഇപ്പോൾ തന്നെ 6 കേട്ടോ. 7-ാമത്തേത് റൂഹ്, ശ്വാസോച്ഛ്വാസത്തിന് സഹായകമാകുന്ന രൂപത്തിൽ ആത്മാവ്. ഇതൊക്കെ നടക്കുന്നത് 3 തരത്തിലുള്ള ഇരുട്ടിൻ്റെ മുറിയിൽ വെച്ചാണെന്ന് ഓർക്കണം. ആരായിരിക്കണം ഈ സൃഷ്ടാവ്? വെളിച്ചമില്ലാത്ത, കാണേണ്ടതിനെ അറിയുന്ന ആളായിരിക്കണം. ഈ സൃഷ്ടാവ് ആരായിരിക്കണം? അടഞ്ഞുകിടക്കുന്ന, വെളിച്ചം കയറാത്ത ഫാക്ടറിക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള ശക്തിയുള്ള ഒരു സൃഷ്ടാവിന് മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനം അവിടെ നടത്താൻ കഴിയും. അവൻ ആരായിരിക്കണം? അവൻ കണ്ണില്ലാതെ, വെളിച്ചമില്ലാതെ കാണപ്പെടേണ്ട വസ്തുവിനെ അറിയുന്നവനായിരിക്കണം. ഇരിക്കട്ടെ. 8-ാമത്തെ റൂഹ് കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ട ഹൽക്കുകൾ, സെറിബ്രം എന്ന് വെച്ചാൽ മസ്തിഷ്കം. എന്തിനാണ് ഈ മസ്തിഷ്കം എന്ന് പറയുന്നതിനെ ഈ പൂർണ്ണമായി കഴിഞ്ഞ ബോഡിയിലേക്ക് ആഡ് ചെയ്യുന്നത്? അത് മനുഷ്യൻ ചിന്തിക്കുന്നത് ഹാർട്ട് കൊണ്ടാണെങ്കിലും ആ ചിന്തയുടെ ഒരു സബ് സ്റ്റേഷൻ എന്ന നിലക്ക് മസ്തിഷ്കം വേണം. അപ്പോൾ ചിന്ത, ഓർമ്മ, ഭാഷ, ബോധപൂർവമുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കൽ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഒരു സബ് സ്റ്റേഷൻ എന്ന നിലക്കാണ് ഈ മസ്തിഷ്കം അഥവാ സെറിബ്രം അതിനെ തയ്യാറാക്കുന്നത്. അത് തന്നെ ഇടതും വലതും എന്ന നിലക്ക് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗം 2ആയി പകുത്തുകൊണ്ട് മുകളിൽ കിടക്കുന്നു.
എന്നാൽ തീർന്നിട്ടില്ല. ഒരു തലച്ചോറ് എന്ന് പറയുന്നതിനെ ചോറാക്കി അവിടെ പടച്ചു വെച്ചത് കൊണ്ടായോ? പോരാ. ഇനി നാം കാണുന്നത് 11 പ്രിൻ്റുകൾ. ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു പടച്ചുണ്ടാക്കിയ ബോഡിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ആളായി മാറിപ്പോവുക, ആൾമാറാട്ടം എന്നത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു ബോഡിയിലേക്ക് ഒരു 11 മാർക്ക്, സിമത്ത്, അടയാളം, പ്രിൻ്റ് പടച്ചുണ്ടാക്കേണ്ടതുണ്ട്. ഹൽക്കം മിമ്പഴുതി ഹൽക്കിൻ എന്ന മിമ്പഴുതി ആ നെക്കിറ ഹൽക്കാൻ മിമ്പഴുതി ഹൽക്കിൻ, നിരവധി ഹൽക്കുകൾ. 10ാമത്തെ ഹൽക്ക് എന്താണ്? 9ാമത്തെ ഹൽക്ക്, 8ാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നത് മുഖ് എന്ന് പറയുന്നതാണ്, അതായത് സെറിബ്രം. അപ്പോൾ 9ാമത്തെ ഹൽക്ക് എന്തായിരിക്കട്ടെ? അതാണ് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന മാർക്ക്, ബസ്മത്തുൽ അസ്വാബി. 10ാമത്തെ ഹൽക്ക് അൽ ബസ്മത്തുൽ വിറാസിയ, DNA മാർക്ക്. 11 അൽ ബസ്മത്തു സൗത്തിയ, സൗണ്ട് പ്രിൻ്റ്, സൗണ്ട് മാർക്ക്. ഒരു മനുഷ്യൻ്റെ അതേ ശബ്ദമായിരിക്കില്ല ആ മനുഷ്യൻ്റെ മക്കൾക്ക്. ചിലപ്പോൾ ഒരു തിരിച്ചറിയായ്മയൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അറിയാം വാപ്പാൻ്റെതല്ല, ഇത് മകൻ്റേതാണ്. മൂത്ത മകൻ്റേതല്ല, 2ാമത്തെ മകൻ്റേത്. മുഴുവൻ ആളുകൾക്കും വേറെ വേറെ സൗത്തിയായ മാർക്കിടൽ ഈ ബോഡിയിൽ ചാർത്തു വെക്കണം. 12ാമത്തെ ഹൽക്ക് ബസ്മത്തുൽ ഐ, അതാണ് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിന്മേൽ ചാർത്തി വെക്കുന്ന ഒരു മാർക്ക്. 13 ബസ്മത്തു ഷാർ, നേരത്തെ മുടിയെ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ ബോഡിയിലേക്ക്. ഇനി എന്തു ചെയ്യണം? ആ ബോഡിയിൽ പ്രിൻ്റ് പതിക്കണം. ഒരുത്തൻ്റെ മുടി ആവരുത് മറ്റൊരുത്തൻ്റെ മുടി കൊണ്ട് വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന പരുവത്തിലായിരിക്കണം അതിൽ മാർക്കിടൽ. ഈ പറയുന്ന ബസ്മത്തുകൾ അവയെല്ലാം തന്നെ തീർന്നിട്ടില്ല കേട്ടോ. ഇത്രയും പറഞ്ഞ അവിടെ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് പറയട്ടെ. ഇന്ന് ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടെ 2 പേര് കുടുങ്ങും. ഒന്ന് കുറ്റം ചെയ്തവൻ, 2 കുറ്റം ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ. ഈ 2 ആളുകൾ ഒരു കുറ്റത്തിൻ്റെ പേരിൽ കുടുങ്ങുമ്പോൾ 3ാമത് വേറെ ഒരാൾ കുടുങ്ങുന്നുണ്ട്. അതേതാ? പോലീസാണ്. പോലീസ് എങ്ങനെയാണ് കുടുങ്ങുന്നത്? ആരാണ് കുറ്റം ചെയ്തത് എന്നത് തിരിച്ചറിയായ്മയുടെ കുടുക്ക് പോലീസിന്. ഈ സമയത്താണ് നമുക്ക് ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു ബസമാത്തിൻ്റെ ഹൽക്കുകൾ, അതായത് ID പ്രിൻറ്റിങ് എന്ന് പറയുന്ന പ്രക്രിയ ഉപകാരപ്പെടും.
ആരൊക്കെ കൊടുക്കുന്ന കഴിച്ചിലാവണം? മൂന്നാളും കഴിച്ചിലാവണം. ഒന്ന് കുറ്റവാളി. അവനെങ്ങനെ കഴിച്ചിലാവൽ? അവൻ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് അവൻ ജയിലിലേക്ക് പോകണം, ശിക്ഷിക്കപ്പെടണം. അതാണ് അവൻ്റെ രക്ഷ. നിരപരാധി എങ്ങനെയാ കൊടുക്കുന്ന കഴിച്ചിലാവൽ? അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പറയണം. എന്നിട്ട് അവൻ മുക്തത, അവൻ്റെ വിശുദ്ധി സമൂഹത്തിന് ബോധ്യപ്പെടണം. പോലീസും രക്ഷപ്പെട്ടു. കാരണം ശുബ്ഹത്ത് നീങ്ങിയല്ലോ. ഇപ്പോൾ ഈ ഖൽഖുൽ ബസമാത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫലം അനുഭവപ്പെടുന്നത് വർത്തമാന സമയത്ത് ഈ ജിനായത്ത് മേഖലയിലാണ്, കുറ്റകൃത്യ മേഖലയിലാണ്. അങ്ങനെ മനുഷ്യൻ ഒരാൾ മറ്റൊരാളുമായി ആശയക്കുഴപ്പത്തിന്, ആൾമാറാട്ടത്തിന് വിധേയമാവാത്ത വിധം സംഗതി ക്ലിയറാണ് എന്ന് ഇവിടെ മഹാനായ ആ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു വെക്കുകയുണ്ടായി. ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന എന്ന പ്രസ്താവന ഈ ഖൽഖം മിൻ ബഅദി ഖൽഖ് എന്നതിനെയാണ് വരച്ച് കാണിക്കുന്നത്. നുസവ്വിയ ബനാന, തസ്വിയത്തുൽ ബനാൻ. നാം 11 മാർക്കുകളെ എണ്ണാൻ പോകുന്നുണ്ട്. അതിൽ നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ അത് ബസ്മത്തുൽ ഇസ്ബുൾ, വിരലടയാളമാണ്. കാരണം മറ്റ് 10 പ്രിൻ്റുകളേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു ബസ്മത്താണ്. എപ്പോഴും അങ്ങനെയാണ്. ആധാരം രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിലും അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഈ വിരലടയാളമാണല്ലോ. കൊലപാതകം നടത്തിയ വ്യക്തി അയാൾ ഉപയോഗിച്ചിരുന്ന ഒരു കടലാസ് സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ ആ കടലാസിൽ അദ്ദേഹത്തിൻ്റെ കൈവിരൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടയാളം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിരലടയാളം വെച്ചുകൊണ്ട് ഇത്തരം ഒരു വിരലടയാളം ലോകത്ത് ആർക്കാണുള്ളത് എന്നുള്ളത് പരക്കെ പരതി നടന്നിട്ട് ആളെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയും. അതുകൊണ്ടാണ് എപ്പോഴും ഈ 11 ബസ്മത്തുകളിൽ ഇസ്ബുഴിൻ്റെ ബസ്മത്തിനെ 1-ാം സ്ഥാനത്ത് എണ്ണുന്നത്. എന്നാൽ ആ 1-ാം സ്ഥാനത്തുള്ള ബസ്മത്തിനെ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ എന്ന് ജനറലായി പറഞ്ഞു വെച്ചതിന് ശേഷം ഖുർആൻ തോണ്ടിയിട്ട് പോയിട്ടുണ്ട്. വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എനിക്ക് ഇവിടെ ഓരോരുത്തൻ്റെയും വിരലുകളിൽ അവരവരുടെ ID എന്ന രൂപത്തിൽ പ്രിൻ്റ് ചാർത്താൻ മാത്രമല്ല സാധിക്കുക, ഇനി പുനർജന്മത്തിൻ്റെ നാളിലും അതേ വിരലടയാളം കൊണ്ട് മശ്ശറിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. മുസവ്വിയ ബനാന. നമുക്ക് എണ്ണി തീർക്കാം. ഏതാണ് ഇനിയുള്ള ഖൽഖും മിൻ ബഅദി ഖൽഖിൻ്റെ ഭാഗമായിട്ടുള്ള ബസ്മത്ത്? അത് ഷഫത്തൈൻ, 2 ചുണ്ടുകൾ. ഒരാളുടെ ചുണ്ടിനെ പോലെയാവില്ല മറ്റൊരാളുടെ ചുണ്ട്. എന്നാലോ വാപ്പായുടെയും മകൻ്റെയും ഇടയിൽ, അവർക്കിടയിൽ വാപ്പയും മകനുമാണ് എന്ന ഒരു വിറാസത്ത്, അത് വരത്തക്ക വിധത്തിലുള്ള ഒരു തശാബുഹ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. DNA ഷഫത്തൈനിയിൽ DNA കൊണ്ട് വാപ്പയും മകനെയും മനസ്സിലാക്കാൻ കഴിയും. അതേ സന്ദർഭത്തിൽ വാപ്പാൻ്റെ ഷഫത്ത് അത് തന്നെയാണ് മകൻ്റേത് എന്ന് പറഞ്ഞ് വേർതിരിയാതെ കിടക്കുകയുമില്ല. വാപ്പാൻ്റെ ചുണ്ട് വേറെ തന്നെ, മകൻ്റെ ചുണ്ട് മറ്റൊന്ന് തന്നെ. അടുത്തത്
പല്ലുകളാണ്. ഇതൊക്കെ ഹൽക്കും മിൻ ബഅദ് ഹൽക്കാണ് കേട്ടോ. ഇനി ഈ ബോഡിയിലേക്ക് എന്ത് ഫിറ്റ് ചെയ്യണം? ചെവി എന്ന് പറയുന്ന ഉപകരണത്തെ ഫിറ്റ് ചെയ്യണം. കാൽപാദം, കാൽപ്പത്തി, അത് പടച്ചാൽ പോരാ, പടക്കൽ നേരത്തെ പടച്ചിട്ടുണ്ട്, പക്ഷേ അതിന്മേൽ ID ചാർത്തണം. ഒരാളുടെ കാൽപാദം പോലെ ആവില്ല മറ്റേ ആളുടെ. 18ാമത്തെ ഹൽക്ക് അൽ കഫൈനി, കൈപ്പത്തി. 19ാമത്തേത് അതെന്താണ്? 19ാമത്തേത് നേരത്തെ നമ്മൾ 8ാമത്തെ നമ്പറായി സെറിബ്രം എന്ന് പറഞ്ഞിരുന്നല്ലോ, മസ്തിഷ്കം. ആ മസ്തിഷ്കത്തിന്മേൽ ചാർത്തുന്ന പ്രിൻ്റാണ് 19ാമത്തെ ഹൽക്കായി നാം പറയുന്നു. മസ്തിഷ്കത്തിന്മേൽ പ്രിൻറ്റിങ്ങോ? അതെ, മസ്തിഷ്കത്തിന്മേൽ പ്രിൻ്റ് സംവിധാനമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറയാം. ഇവിടെ ഒരു കൊലപാതകം നടന്നു. പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഒരാളെ സംബന്ധിച്ച് സംശയമുണ്ടായി. അതുപോലെ തന്നെ അയാളല്ല മറ്റൊരാളെക്കുറിച്ചും സംശയമുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ അരികിൽ ഇവർ 50-50 നിൽക്കുന്നത്. 50% സാധ്യത ഇയാളാവാനുണ്ട്, മറ്റൊരു 50% മറ്റേ ആളാവാനും സാധ്യതയുണ്ട്. എങ്കിൽ ഇവിടെ പോലീസിന് വിരലടയാളം എന്ന് പറയുന്നതിനെ പോലെ തന്നെ കുറ്റവാളിയെ തിരിച്ചറിയാൻ സഹായകമാകുന്ന ഒന്നാണ് മസ്തിഷ്ക പ്രിൻ്റ് എന്ന് പറയും. അതെന്താ പ്രത്യേകത? നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ അവിടേക്ക് പോയി ഇവിടേക്ക് പോയി, ആ ആയുധം ആ കടയിൽ നിന്ന് വാങ്ങി, എന്നിട്ട് ഈ റോഡിലൂടെ നടന്നു വന്നു, ഇതൊക്കെയാണ് പോലീസിൻ്റെ സങ്കല്പങ്ങൾ. ഈ പോലീസ് സങ്കല്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് ഈ രണ്ടിൽപ്പെട്ട ഒരുത്തനെ ഇരുത്തിയിട്ട് അവനോട് ചോദിക്കുന്ന നേരത്ത് അവനാണ് യഥാർത്ഥ കുറ്റവാളി എങ്കിൽ ഈ സന്ദർഭത്തിൽ അവിടെ ആ ആളുടെ തലച്ചോറിനോട് ബന്ധപ്പെടുത്തി വെക്കുന്ന ഒരു യന്ത്രത്തിൽ തൽസമയത്ത് ഉണ്ടാകുന്ന ഓളം വെട്ടലുകൾ, തലച്ചോറിൻ്റെ ഓളം വെട്ടലുകൾ, അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ കുറ്റവാളിയാണോ അല്ലേ എന്ന്. പോലീസ് എടുത്തു ചോദിക്കുന്ന ഓരോ ചോദ്യവും അത് ഇവൻ തന്നെയാണ് ചെയ്തത് എങ്കിൽ അവനത് ഓർമ്മ വരും. ഞാൻ ആ സ്ഥലത്തു കൂടെ നടന്നിട്ടുണ്ട്, നീ നടന്നിട്ടില്ലേ ഇതിലൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനത് ഓർമ്മ വരും. ഓർമ്മ വരുന്ന അവസരത്തിൽ തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ ഒരു വൈദ്യുതി തരംഗമുണ്ട്. ആ വൈദ്യുതി തരംഗം വളരെയധികം ഓളം വെട്ടിക്കൊണ്ടായിരിക്കും അത് യന്ത്രത്തിൽ കാണാം. എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റേ ആളോട് ആ ചോദ്യം ചോദിക്കുന്ന അവസരത്തിലോ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് അത് കടന്നു വരുന്നില്ല, കാരണം അയാൾ അതിലെ പോയിട്ടില്ല. അപ്പം തൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതല്ലാത്ത ഒരു സംഗതിയെപ്പറ്റി ചോദ്യം വന്നാൽ തൽസമയത്ത് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഓളം വെട്ടുന്ന വൈദ്യുതി തരംഗം 0 പോയിന്റിലാണ്ടാവുക. ഇങ്ങനെ ചെയ്തിട്ടുള്ള പ്രവർത്തികളെ സംബന്ധിച്ചുള്ള ഓർമ്മ
ആ ഓർമ്മ എന്ന് പറയുന്നതിനെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും സെപ്പറേറ്റ് ഗോഡൗണായിട്ട് പടച്ചു വച്ചിട്ടുണ്ട്. അവനവൻ്റേത് മാത്രമേ അവനവൻ്റേതായ ആ ഫിറ്റ് ചെയ്യപ്പെടുന്ന യന്ത്രത്തിലേക്ക് വരികയുള്ളൂ, വേറൊരുത്തൻ്റേത് കടന്നു വരികയില്ല. അപ്പം ആരുടെ ദിമാഗിനോട് ഘടിപ്പിച്ചിട്ടുള്ള മിഷനിലാണോ ഈ ഓളം വെട്ടൽ കൂടുതൽ കാണുന്നത്, അയാൾ കുറ്റവാളിയാണ് എന്നും മറ്റേയാൾ കുറ്റവാളിയല്ല എന്നും മനസ്സിലാക്കാൻ സഹായകമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓളം സംവിധാനം എന്ന് പറയുന്ന ഒരു ബസുമത്ത്, ഒരു ID പ്രസ്ഥാനം അത് ഹൽക്ക് ചെയ്തത് കൊണ്ടാണ്. അതിനെ നമ്മൾ എണ്ണുന്നത് 19ാമത്തെ ഹൽക്കായിട്ടാണ്. ഇനി നേരത്തെ നമ്മൾ ഉദുനൈനി എന്ന് പറയുന്ന ഒരു പാർട്ടിനെ ഘടിപ്പിച്ചിരുന്നല്ലോ. അത് ചെവിയെന്ന് മാത്രമേ ഹൽക്ക് ആയിട്ടുള്ളൂ. ഇനി അതിലേക്ക് എന്തിനെ പകരേണ്ടതുണ്ട്? സംഇ എന്ന് പറയുന്നതിനെ അവിടെ ഫിറ്റ് ചെയ്യേണ്ടത്. സംഇ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ശബ്ദ തരംഗങ്ങളിലൂടെ വന്നെത്തിച്ചേരുന്ന ആ വിഷയം, അതിനെ ഏറ്റുവാങ്ങുവാനുള്ള കഴിവ്, ഇതാണല്ലോ സംഇ എന്ന് പറയുന്നത്. ഒരാളുടെ സംഇ പവർ അല്ല മറ്റൊരാളുടെ സംഇ പവർ. ആ സംഇ പവറിലൂടെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ, ഇതാണ് 20ാമത്തെ ഒരു ഹൽക്ക് എന്ന് പറയുന്നത്. 10 പേര് ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു സംഗീതം ആസ്വദിക്കുകയാണെങ്കിൽ ഈ 10 പേരുടെയും ആസ്വാദനം, സംഇ ആസ്വാദനം എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല, തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഈ സംഇ എന്ന് പറയുന്നത് അതിൻ്റെ ഹൽക്ക് നടന്നതിൻ്റെ ശേഷമാണ് ബസറിൻ്റെ ഹൽക്ക് നടക്കുന്നത്, കാഴ്ചയുടെ. കാരണം എന്തുകൊണ്ട്? പ്രവർത്തനം നടക്കുന്നത് ളുലുമാത്തും സലാസിലാണ്. അപ്പോൾ ഇരുട്ടുള്ള ഫാക്ടറിനുള്ളിലാണ് നിർമ്മാണം. ആ അവസരത്തിൽ കണ്ണ് വേഗത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ മൊത്തം പറഞ്ഞ 40 ആഴ്ചയിലെ ഏകദേശം 18 ആഴ്ച പിന്നിടലോടെ തന്നെ സംഇ എന്നുള്ളത് ആക്റ്റീവാകും. അതായത് ഉദുനൈനിക്ക് സംഇ എന്ന് പറയുന്ന ആ ID അല്ലെങ്കിൽ ആ മാർക്ക്, ആ തിരിച്ചറിയൽ കാർഡ് ഉദുനയിലേക്ക് ആഡ് ചെയ്യൽ വെറും 18 മാസമാകുമ്പോഴേക്ക് തന്നെ നടക്കും ഹൽക്കൻ. ആ ഹൽക്കിൻ്റെ ശേഷവും പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ഏത് ഹൽക്ക് വരുന്നത്? ബസറ് എന്നതിൻ്റെ ഹൽക്ക് വരുന്നത്. കാരണം പ്രസവിക്കുമ്പോഴേക്ക് സാവകാശം ഉണ്ടായാൽ മതി. എന്ത്? കാഴ്ച എന്ന് പറയും. പിറന്ന ഉടനെ ഭൂമിയെ കാണാൻ കിട്ടുന്ന കുട്ടി, നമുക്കറിയാം, അത് കണ്ണ് തുറക്കാത്തൊരവസ്ഥയാണ്. ഭൂമിയെ കിട്ടിയാലും അവൻ കണ്ണ് തുറക്കില്ല. കാരണം എന്താ? അവൻ്റെ ബസറിൻ്റെ ഹൽക്ക് മിമ്പഴുതി, അത് സംഇൻ്റെയും എത്രയോ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് അസ്സംഅ വൽ ബസറ, നിങ്ങൾക്ക് തന്നു, സംഇനെ തന്നു, ബസറിനെ തന്നു. അവിടെ സംഇനെ മുന്തിക്കുകയും ബസറിനെ പിന്തിക്കുകയും ചെയ്തു. ഈ മുന്തിക്കലും പിന്തിക്കലും ചെയ്ത രൂപത്തിലുള്ള ഹൽക്കാണ് നടന്നത് എന്ന് ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ആൾ പറഞ്ഞിരുന്നത്. ആ ആൾ ഗൈനക്കോളജിസ്റ്റ് ജോലി ചെയ്ത് അവിടുന്ന് ലാബിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞതായിരുന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് സംഇനെ മുന്തിച്ചു, എന്തിനുകൊണ്ട് ബസറിനെ പിന്തിച്ചു? ളുലുമാത്തും സലാസിലാകുന്ന അവസരത്തിൽ അവിടെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് അപ്പോഴേ കിട്ടിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഈ ആൾ പറയുന്നുവെങ്കിൽ ആ ആളെ നമുക്ക് ഭ്രാന്തനെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു 21 ഹൽക്കം മിൻ ബഅദി ഹൽക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞു.